കണ്ണൂർ ഇരിട്ടിയിൽ റോഡിൽ വീണ വയോധികൻ വാഹനങ്ങൾ തട്ടി മരിച്ച സംഭവത്തിൽ വാഹനങ്ങൾ കണ്ടെത്താൻ തെരച്ചിൽ തുടരുകയാണ്. ഇടുക്കി സ്വദേശി രാജനാണ് ഇന്നലെ മരിച്ചത്. റോഡിൽ നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ച രാജനെ പിന്നാലെ വന്ന വാഹനങ്ങൾ ഇടിച്ചു വീഴ്ത്തി. വല്ലാത്ത അവസ്ഥയായി വല്ലത്. കണ്ടു നിൽക്കാൻ പറ്റാത്ത ഏറ്റവും ദുഃഖകരമായൊരു കാഴ്ചയാണ്. നമ്മൾ വല്ലാതെ അമ്പരന്ന് പോകും. യഥാർത്ഥത്തിൽ റോഡിൽ ഇങ്ങനെ ഒരാൾ വീണ് കിടക്കുന്നത് പോലും കാണാതെ പോകുന്നൊരു ഡ്രൈവർ, അതിൻ്റെ പിന്നാലെ വരുന്ന മറ്റൊരു വാഹനത്തിലെ ഡ്രൈവർ, ഇവരൊക്കെ മനുഷ്യരാണോ എന്നാണ് ഞാൻ ആലോചിച്ച് പോകുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. സജോ, ഈ സങ്കടകരമായ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കാൻ തന്നെ നമുക്ക് മടിയാണ്. പറയൂ വിവരങ്ങൾ. SKN ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് മനുഷ്യത്വത്തിൻ്റെ ഒരു ചെറുകണിക പോലും ഉണ്ടായില്ല ഈ അപകടമുണ്ടാക്കിയ വാഹനങ്ങൾ ഓടിച്ചിരുന്നവർക്ക് അല്ലെങ്കിൽ അതിൽ സഞ്ചരിച്ചിരുന്നവർക്ക് എന്നതാണ് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ കാര്യം. ഇടുക്കി സ്വദേശിയായ രാജൻ, അതായത് ഈ സംഭവങ്ങളാകെ നടക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ്. ഇടുക്കി സ്വദേശിയായ രാജൻ ഫുട്പാത്തിലൂടെ നടന്നു വരുന്നു. അതിനിടെ കാല് തെറ്റിയും റോട്ടിലേക്ക് തെറിച്ചു വീഴുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പിന്നാലെ ഒരു വാഹനം വരുന്നു. ആ വാഹനം ഇടിച്ച് തെറിപ്പിക്കുകയാണ് ആ വയോധികനെ. ആ അപകടമുണ്ടായി എന്ന് വളരെ കൃത്യമായ ഡ്രൈവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ദൃശ്യങ്ങൾ അത്രത്തോളം വ്യക്തമല്ലെങ്കിലും അത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ആ വാഹനം ആ ഇടിയുടെ ആഘാതത്തിൽ അല്പം ചെരിയുന്നതൊക്കെ ആ ദൃശ്യങ്ങളിൽ കാണാം. അതിന് പിന്നാലെ മറ്റൊരു വാഹനവും എത്തുന്നു. അപ്പോഴേക്കും റോഡിൽ വീണ അദ്ദേഹം എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടെയാണ് ഈ വാഹനം ഇടിച്ചു തെറിപ്പിക്കുന്നത്. കൃത്യമായും കണ്ടിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ അനുമാനിക്കുന്നത്. അങ്ങനെ ഒരു അപകടമുണ്ടായി. ഇതിന് പിന്നാലെ മറ്റൊരു വാഹനം കൂടി വരുന്നുണ്ട്. ആ വാഹനവും വയോധികന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലായിട്ടും ഈ രണ്ട് വാഹനങ്ങളും നിർത്തിയതേയില്ല. അവർ രക്ഷപ്പെട്ടു പോയി. പിന്നാലെ വാഹനങ്ങൾ വരുന്നത് കാണാം. ആ വാഹനമൊക്കെ ഒതുക്കുന്നത് കാണാം. അങ്ങനെ ആ വാഹനത്തിലുണ്ടായിരുന്ന ആളുകളാണ് പിന്നീട് ആ വയോധികനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്, ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. പിന്നീട് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഏറ്റവും ഒടുവിൽ വയോധികനെ എത്തി. പക്ഷേ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരിച്ചു. ജീവൻ രക്ഷിക്കാനായില്ല. ഇനിയിപ്പോൾ ആദ്യഘട്ടത്തിൽ വന്ന ആ വാഹനം അപകടമുണ്ടാക്കി. ഇനി രണ്ടാമത്തെ വാഹനവും അപകടമുണ്ടാക്കി എന്ന് തന്നെ കരുതാം. അങ്ങനെ ഒരു അപകടമുണ്ടായി എന്ന് തന്നെ വെച്ചാൽ പോലും അവർക്ക് രക്ഷിക്കാനുള്ളൊരു ശ്രമം നടത്താമായിരുന്നു. അങ്ങനെ ഒരു ശ്രമം ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇരിട്ടി പോലീസ് ഇപ്പോൾ ഇത് സംബന്ധിച്ച കേസെടുത്തിട്ടുണ്ട്. ഒപ്പം സംശയിക്കുന്ന ഒരു വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായ പരിശോധനയിലേക്ക് പോകണം. കാരണം രാത്രിയിലാണ് സംഭവങ്ങളുള്ളത്. എല്ലാ CCTVയുടെയും വിഷൻ കൃത്യമായിരിക്കില്ല. അങ്ങനെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ അതുവഴിയൊക്കെ കടന്നുപോയ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ദൃശ്യങ്ങൾ ശേഖരിച്ച് ഈ വാഹനങ്ങൾ കൃത്യമായി ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ പോലീസ് പറയുന്നത് കൃത്യമായ അന്വേഷണത്തിലേക്ക് പോകും. ഇത് കേവലമായ ഒരു അപകടത്തിനേക്ക് അപ്പുറത്ത് വളരെ ഗുരുതരമായ ഒരു പിഴവ് അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഗുരുതരമായ ഒരു അലംഭാവം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപകടമുണ്ടായാൽ പോലും നമ്മൾ അപ്പോൾ തന്നെ ചെയ്യേണ്ടത്, മനുഷ്യത്വപരമായി ചെയ്യേണ്ടത്, നിയമപരമായി കൂടി ചെയ്യേണ്ടത് രക്ഷിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്. ആ വയോധികന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. അങ്ങേയറ്റം, അതായത് അപകടമുണ്ടാക്കി അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടും ഇവരെല്ലാം നിർത്താതെ രക്ഷപ്പെട്ടു പോവുകയാണ്. ഇതിൽ കൈ കഴുകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ ആ രണ്ട് വാഹനങ്ങളാണ് വളരെ കൃത്യമായി ഈ വയോധികനെ ഇടിച്ചു തെറിപ്പിക്കുകയും ശരീരത്തിലൂടെ കയറിയിറങ്ങുകയും ഒക്കെ ചെയ്തത്. ആ വാഹനങ്ങൾ സംബന്ധിച്ച് അതുവഴി ആ സമയത്ത് കടന്നുപോയ പരമാവധി വാഹനങ്ങൾ സംബന്ധിച്ച് ഡീറ്റെയിൽസ്, അതിൻ്റെ വിവരങ്ങൾ ഇതിനകം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കൃത്യമായി തന്നെ അവരിലേക്ക് എത്തും. ഇപ്പോൾ തന്നെ സംശയിക്കുന്ന ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് കൃത്യത പോരാത്തതുകൊണ്ട് പോലീസ് ആ വിവരം ഔദ്യോഗികമായി പങ്കുവയ്ക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൂടി അക്കാര്യത്തിൽ പോലീസ് ഒരു വ്യക്തത വരുത്തി കഴിഞ്ഞാൽ ആ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും. വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കടന്നിട്ടുണ്ട്. പക്ഷേ ഈ ദൃശ്യങ്ങളുടെ അവ്യക്തതയും അത് കുറെ കൂടി കൃത്യമായി ഉറപ്പിക്കുകയും ചെയ്യണം എന്ന കാര്യം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അതിൻ്റെ മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കാതിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ നമ്മളെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. ഇത്തരം അപകടങ്ങൾ നിരത്തുകളിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ മനുഷ്യത്വപരമായി അതിനെ കാണേണ്ടതുണ്ട്. അതിവിടെ ഉണ്ടായിട്ടില്ല. അതാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് വീണ്ടും വീണ്ടും ഞെട്ടിപ്പിക്കുന്നു, വേദനിപ്പിക്കുന്നു. SK. താങ്ക് യു സജോ ദേവസ്യ.